ഓക്കെ, ഇനി പേജ് നമ്പർ 123 തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മളോട് 200ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുകയാണ്. ദ പ്ലാസെന്റൽ സെൽ പ്രൊഡ്യൂസ് ദ ഹോർമോൺ കോൾഡ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് സെൽസ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ കോൾഡ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം ഇതാണ്, പ്ലാസെന്റ സെൽ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ പ്ലാസെന്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണെന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 201ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇൻ ദ പ്രഗ്നന്റ് വുമൻസ് ബോഡി ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഈസ് ഫൗണ്ട്. അപ്പോൾ പ്രഗ്നന്റ് വുമൻ്റെ ബോഡിയിൽ പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഹോർമോണിൻ്റെ പേര് എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഹോർമോൺ ഫൗണ്ട് ഇൻ ദ ബോഡി ഓഫ് എ പ്രഗ്നന്റ് വുമൺ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുക ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ആ ഹോർമോണാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് എന്ന് നമ്മൾ എഴുതേണ്ടതാണ്. ഇനി 202ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി ദ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ലെവൽ ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ ദ മദേഴ്സ് ബോഡി. വിച്ച് ഹോർമോൺസ് ലെവൽ ഇൻക്രീസ് ഇൻ ദ മദേഴ്സ് ബോഡി ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി. അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ഏത് ഹോർമോണാണ് അമ്മയുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യകാലത്ത് ദ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ലെവൽ ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ ദ മദേഴ്സ് വോയിസ്. അതായത് ഈ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ആ ഹോർമോണിൻ്റെ ലെവലാണ് അമ്മയുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് ഉയരുന്നത്. ഓക്കെ, ഇനി 203ാമത്തെ ചോദ്യം. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ മെയിൻറ്റെയിൻസ് the inner lining of the uterus and stimulates the production of hormone prostrogen. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ? എന്താണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോണിൻ്റെ ധർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ദിസ് ഹോർമോൺ, ഈ ഹോർമോൺ മെയിൻറ്റെയിൻസ്, അതായത് നിലനിർത്തുന്നു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അതായത് യൂട്രസിൻ്റെ അകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഇന്നർ ലൈനിങ് ഉണ്ടല്ലോ, ആ ഇന്നർ ലൈനിങ്ങിനെ എന്ത് ചെയ്യുന്നു? ആ ഇന്നർ ലൈനിങ്ങിന് ഒരു പേരുണ്ട്, അമിനോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യൂട്രസ് ആൻഡ് സ്റ്റിമുലേറ്റ്, അതുപോലെ തന്നെ ത്വരിതപ്പെടുത്തുന്നു. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ദ ഹോർമോൺ പ്രോസ്ട്രജൻ. അതുപോലെ തന്നെ പ്രോസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി 204ാമത്തെ ചോദ്യമാണ്. പ്രസൻസ് ഓഫ് HCG hormone in the urine or blood can confirm pregnancy. Which hormones presence in the urine or blood can confirm pregnancy? അതായത് ഈ HCG ഹോർമോൺ അല്ലെങ്കിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോണിൻ്റെ സാന്നിധ്യം ഒരു സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്ന് അതിൻ്റെ മൂത്രത്തിലുണ്ടായാലും രക്തത്തിലുണ്ടായാലും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി 205ാമത്തെ ചോദ്യം വരുന്നത് ഈഫ് HCG ഈസ് പ്രസൻറ്റ് ഇൻ ദ യൂറിൻ. അതായത് മൂത്രത്തിൽ HCG ഉണ്ടെങ്കിൽ ബോത്ത് ദ ടെസ്റ്റ് ലൈൻ ആൻഡ് കൺട്രോൾ ലൈൻ വിൽ അപ്പിയർ പിങ്ക്. അതായത് ഈ നമുക്ക് ഇന്ന് പ്രഗ്നൻ്റ് ആണോ അല്ലയോ ഒരു സ്ത്രീ എന്നറിയാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് ആ കിറ്റ് മൂത്രത്തിൽ മുക്കി നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുമെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 2 ലൈനുകളാണുള്ളത്. അപ്പോൾ ആ ലൈനുകളിൽ പ്രസൻറ്റ് ഇൻ ദ യൂറിൻ ബോത്ത് ടെസ്റ്റ് ലൈൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 ടെസ്റ്റ് ലൈനിലും എന്തായിത്തീരുന്നു? പിങ്ക് കളറിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് പറയാം HCG ഹോർമോൺ ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ട്, ആ സ്ത്രീ ഗർഭിണി ആണ് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാം. ഇനി 206ാമത്തെ ചോദ്യം. ദ മദേഴ്സ് ബോഡി അണ്ടർഗോ മെനി ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി ഫോർ ദ ഹെൽത്തി
ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ്. എന്തുകൊണ്ടാണ് അമ്മയുടെ ശരീരം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് ഗർഭധാരണ കാലത്ത്? വൈ ദ മദേഴ്സ് ബോഡി അണ്ടർഗോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അല്ലെങ്കിൽ അമ്മയുടെ ശരീരം വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ ഭവിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ എഴുതുക. ദ മദേഴ്സ് ബോഡി, അമ്മയുടെ ശരീരം, അണ്ടർഗോ മെനി ചേഞ്ചസ്, പല മാറ്റങ്ങൾക്കും വിധേയമാകുന്നു ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭധാരണ സമയത്ത്, ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ്, അതായത് ആരോഗ്യകരമായ വളർച്ചയ്ക്ക്. എന്താണ്? ഓഫ് ദ ഫീച്ചേഴ്സ്, ഗർഭത്തിലിരിക്കുന്ന ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കാണ് അമ്മയുടെ ശരീരം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. ഇനി 207-ാമത്തെ ചോദ്യം. ദ മദേഴ്സ് ബോഡി അണ്ടർഗോ മെനി ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. എന്താണ് മൂലകാരണമായിട്ട്, വാട്ട് ഈസ് ദ കോസ് ഓഫ് മദേഴ്സ് ബോഡി അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയുടെ ശരീരം ചില വ്യത്യാസങ്ങൾക്ക് കാരണമായി, മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ദ മദേഴ്സ് ബോഡി അണ്ടർഗോ മെനി ചേഞ്ചസ്, അമ്മയുടെ ശരീരം പല മാറ്റങ്ങൾക്കും വിധേയമാകുന്നു. എപ്പോൾ? ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം, ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ദ ഹോർമോൺസ്, അതായത് ചില ഹോർമോണുകളുടെ പ്രവർത്തന ഫലമാണ്. പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി, അവ ഗർഭധാരണ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇനി 208-ാമത്തെ ചോദ്യം. ഡ്യൂറിങ് പ്രഗ്നൻസി വുമൺ ഗെയിൻസ് ബോഡി വെയ്റ്റ്, അതായത് വാട്ട് ഹാപ്പൻ ടു ദ ബോഡി ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ, എന്താണ് ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ ബോഡിക്ക് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ എഴുതുക ഡ്യൂറിങ് പ്രഗ്നൻസി ദ പ്രഗ്നൻറ്റ് വുമൺ ഗെയിൻസ് വെയ്റ്റ്, അതായത് അവളുടെ ശരീരഭാരം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി 209-ാമത്തെ ചോദ്യം. ഡ്യൂറിങ് പ്രഗ്നൻസി ദ തിക്നെസ് ഓഫ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഇൻക്രീസ്, അപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് യൂട്രസിൻ്റെ അകത്തുള്ള ലൈനിങ്ങിന് എന്താണ് സംഭവിക്കുന്നത് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി ടൈം, ദ തിക്നെസ് ഓഫ് ദ ഇന്നർ ലൈനിങ്, അതായത് ഇന്നർ ലൈനിങ്, ഉള്ളിലുള്ള ആ ലൈനിങ്, എന്തിൻ്റെ ഉള്ളിലുള്ള? യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ലൈനിങ്ങിൻ്റെ എന്താണ്? കട്ടി, തിക്നെസ്, കട്ടി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്, കൂടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷകരമായ കാര്യം. ഓക്കെ, ഇനി 210-ാമത്തെ ചോദ്യം. ഡ്യൂറിങ് പ്രഗ്നൻസി മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി, അപ്പോൾ നമ്മളോട് ചോദിക്കുക വെൻ ഡു എ വിമൻസ് മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് എന്ന് ചോദിച്ചാൽ ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം സ്റ്റോപ്പ് ആകുന്നു ടെമ്പററി. അപ്പോൾ വെൻ ഡു എ വുമൻസ് മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി, എപ്പോഴാണ് കുറച്ചു കാലത്തേക്ക്, അല്പകാലത്തേക്ക് ഒരു സ്ത്രീയുടെ ആർത്തവം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ഡ്യൂറിങ് പ്രഗ്നൻസി വുമൻസ് മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി. ഓക്കെ, ഇനി 211-ാമത്തെ ചോദ്യം. ഡ്യൂറിങ് പ്രഗ്നൻസി ബ്രസ്റ്റ് മേ ബിക്കം ലാർജർ, മോർ ടെൻഡർ ആൻഡ് നിപ്പിൾസ് മേ സ്റ്റിക്ക് ഔട്ട് മോർ, അതായത് എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ദ ബ്രസ്റ്റ് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ, ഒരു സ്ത്രീയുടെ, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ മുലയ്ക്ക് എന്താണ്, അല്ലെങ്കിൽ സ്തനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ആ സ്ത്രീയുടെ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം? ബ്രസ്റ്റ് മേ ബിക്കം ലാർജർ, അവളുടെ മുലകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്ഥലങ്ങൾ വലുതായിത്തീരുന്നു. അവ മോർ ടെൻഡർ, അതായത് വളരെ മൃദുലമായിത്തീരുന്നു. അതുപോലെ തന്നെ നിപ്പിൾസ്, അതായത് മുലക്കണ്ണ്, മേ സ്റ്റിക്ക് ഔട്ട്, പുറത്തേക്ക് തള്ളി വരും. എപ്പോൾ? പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. ഇനി 212-ാമത്തെ ചോദ്യം. 212 ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ. ഡ്യൂറിങ് പ്രഗ്നൻസി pregnant women need to urinate more often. So what happens to the pregnant woman during pregnancy? What is the relation between pregnancy and urination എന്ന് ചോദിച്ചാൽ എന്താണ് പ്രഗ്നൻസിയും യൂറിനേഷനും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ഡ്യൂറിങ് പ്രഗ്നൻസി എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ വളരെ പെട്ടെന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് എയ്ക്സ് ആൻഡ് പെയിൻസ് ഇൻ ദെയർ ബാക്ക്, അബ്ഡോമൻ ആൻഡ് തൈസ്, അതായത് വിച്ച് ആർ ദ പാർട്സ് എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഈ എക്സ്പീരിയൻസ് അനുഭവപ്പെടുന്നത് എന്ത്? പെയിൻ, വേദന, എവിടെയൊക്കെ ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്? എയ്ക്ക് ആൻഡ് പെയിൻസ്, അവൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വേദനയും ഉണ്ടാകുന്നു. അവളുടെ ബാക്ക് പുറം വേദനയുണ്ടാവും, അവിടെ എളിവേദനയുണ്ടാവും, തുടയ്ക്ക് ആ കാലുഭാഗത്ത് അവൾക്ക് വേദനയുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.